നമസ്കാരം അന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട് എന്ന് പറയുന്ന ആ തോട്ടിൽ വെറും 150 മീറ്റർ മാത്രമാണ് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്ഥലത്ത് ടച്ച് ചെയ്തുകൊണ്ട് കടന്നു പോകുന്നത് എന്ന് നമ്മൾക്കറിയാം. എന്നാൽ കിലോമീറ്റർ കണക്കിന് നീളമുള്ള ഈ തോട്ടിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള വളരെ വലിയ തോതിലുള്ള ആ മാലിന്യമുണ്ടല്ലോ, അത്ര വലിയ തോതിലുള്ള ആ മാലിന്യത്തിന്റെ അവകാശമാണ് ഇന്നിപ്പോൾ തർക്കത്തിലേക്ക് വഴിതെളിച്ചിരിക്കുന്നത്. വെറും 150 മീറ്റർ ആണോ അതോ കിലോമീറ്റർ കണക്കിലുള്ളതാണോ വലുത് എന്നുള്ളത് നമ്മുടെ ഈ നാട്ടിലെ, ഇവിടെ ഞാനൊരു വാക്ക് ഉപയോഗിക്കണം, എല്ലാ മാന്യ പ്രേക്ഷകരും എൻ്റെ അടുത്ത് പൊറുക്കുക, ഈ തീട്ട കമ്മികൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഏതെന്നറിയാമോ? കിലോമീറ്റർ അല്ല വലുത്, മീറ്റർ ആണ് വലുത് എന്നുള്ളതാണ്. കാരണം അന്തം കമ്മികൾക്ക് ഇട്ടുകൊടുത്തിരിക്കുന്ന AKG സെന്ററിൽ നിന്ന് ഇട്ടുകൊടുത്തിരിക്കുന്ന ക്യാപ്സൂൾ ഉണ്ടല്ലോ, ആ ക്യാപ്സൂളുകൾ ഇന്ന് ചാനലുകളിലൊക്കെ അവതാരകന്മാർക്കും അവതാരികമാർക്കും കൂടെ വിതരണം ചെയ്തിട്ടുണ്ട്. അത് മനോരമയാണോ, കൈരളിയാണോ, അതല്ലെങ്കിൽ മാതൃഭൂമിയാണോ എന്നൊന്നും ഒരു വ്യത്യാസവുമില്ല. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഷാനി പ്രഭാകരൻ എന്നറിയപ്പെടുന്ന, എന്നാൽ എന്തോ ഒരു പ്രിജി ജോസഫോ അങ്ങനെ എന്തൊക്കെയാണ് പേര്, യഥാർത്ഥത്തിൽ ഇവളുടെ പേര്. പക്ഷെ അവിടെയും ഹിന്ദു നാമം ഇട്ട് കഴിഞ്ഞാല് ഈ സുഡാപ്പി വർഗത്തിനൊക്കെ ആയിട്ട് സുഖിപ്പിച്ചു കൊടുത്ത്, അതല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അങ്ങോട്ട് 3G ആക്കി മൂഞ്ചി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സുഖമുണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഹിന്ദു നാമം വേണം. ഈ ഭാഷ ഉപയോഗിക്കുന്നതിൽ മാന്യ പ്രേക്ഷകർ ക്ഷമിക്കണം എന്ന് വീണ്ടും അപേക്ഷിക്കുകയാണ്. കാരണം ഇത് കേട്ട് മടുത്തു, കണ്ട് മടുത്തു. കാരണം കേരളത്തിൽ നടന്ന വലിയൊരു കൂട്ടക്കുരുതി, അതല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറുമായിരുന്ന വലിയൊരു കൊല, ആ ജോയ് എന്ന് പറയുന്ന ആ ഒരു വീട് പുലർത്തിയിരുന്ന ഒരു മനുഷ്യനെ കൊലയിലേക്ക് പറഞ്ഞയച്ചിട്ട് അത് കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി മാധ്യമങ്ങളിലൂടെ ഈ സഖാക്കന്മാരുടെ ക്യാപ്സൂൾ വിഴുങ്ങി വന്നിരുന്നു കൊണ്ട് അവിടെ സംസാരിക്കുന്ന അതിഥികളായാലും ഈ മാധ്യമ പ്രവർത്തകരായാലും ഇവരെ അത് കേൾക്കേണ്ടത് തന്നെയാണ്, ഈ ഭാഷ തന്നെ വിളിക്കേണ്ടത് തന്നെയാണ്. എന്തായാലും പ്രിജി ജോസഫ് എന്ന് പറയുന്ന ഷാനി പ്രഭാകരനും യുവരാജ് ഗോകുലും തമ്മിലുള്ള വലിയൊരു തർക്കം അത് കേൾക്കേണ്ടത് തന്നെയാണ്. നമ്മൾ മറ്റു ചാനലുകളിൽ വന്നിട്ടുള്ള വീഡിയോയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ ഓഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നത് ഇത് നാട്ടുകാരിലേക്ക് കൂടുതൽ ഇറങ്ങി വരാൻ വേണ്ടി തന്നെയാണ്, ഇറങ്ങി ചെല്ലാൻ വേണ്ടി തന്നെയാണ്. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള ഈ സത്യങ്ങൾ, പച്ച സത്യങ്ങൾ നാട്ടുകാരിലേക്ക് എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും. കാരണം റെയിൽവേ ഭൂമിയിലുള്ള മാലിന്യത്തിൽ കുരുങ്ങിയാണ് ഈ ചെറുപ്പക്കാരൻ, അതല്ലെങ്കിൽ ഈ ചങ്ങാതി ജോയി എന്ന് പറയുന്ന ആ ഒരു പാവമായിട്ടുള്ള മനുഷ്യൻ, അന്നന്നത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആ മനുഷ്യൻ കൊല്ലപ്പെട്ടത് എന്ന് നാട്ടുകാർ തെറ്റിദ്ധരിക്കും. അത് പാടില്ല. അതിന് ഇത്തരത്തിൽ എവിടെയൊക്കെ പ്രാധാന്യമുള്ള തർക്കമുണ്ടോ, വാർത്തകളുണ്ടോ, അത് നമ്മളിവിടെ കേൾപ്പിക്കുന്നത് മാക്സിമം ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ യുവരാജ് ഗോകുലും ഈ ഷാനി പ്രഭാകരൻ എന്ന് വിളിക്കുന്ന പ്രിജി ജോസഫും തമ്മിലുള്ള ആ തർക്കം മാന്യ പ്രേക്ഷകർ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. അതിവിടെ പ്ലേ ചെയ്യുന്നുണ്ട്, കേട്ടു നോക്കാം. ആരാണ് ഈ 3 തൊഴിലാളികളെ ഒരു സുരക്ഷയുമില്ലാതെ അന്വേഷിച്ചല്ലോ? ഇത്രയും താങ്കൾ അന്വേഷിച്ചു. താങ്കൾക്ക് റെയിൽവേയിലുള്ള അത്ര ആക്സസ് മാധ്യമങ്ങൾക്ക് ഉണ്ടാകില്ല. റെയിൽവേയുടെ ഉദ്യോഗസ്ഥരോട് നേരിട്ടാണ് താങ്കൾ ചോദിച്ചത്. താങ്കൾക്ക് നേരിട്ടുള്ള ഉത്തരം കിട്ടി. ഇല്ല, അതറിയാൻ തന്നെയാണ് ഇത്രയും ദിവസം ശ്രമിക്കുന്നത്. യുവരാജ് ഗോകുൽ, എന്തുകൊണ്ട് താങ്കൾക്ക് അത് ചോദിക്കാൻ തോന്നിയില്ല? യുവരാജ് ഗോകുൽ താങ്കൾ ഇത്രയും കാര്യങ്ങൾ റെയിൽവേയുടെ ഉദ്യോഗസ്ഥ, യുവരാജ് ഗോകുൽ BJPക്ക് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് എന്നതുകൊണ്ട് മാത്രം ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനം ഇങ്ങനെ അവർ നേരിട്ട് ഇൻവോൾവ് ആയ ഒരു ദുരന്തത്തിൽ ഇങ്ങനെ കൈകഴുകി പോകാൻ കഴിയുമെന്ന് BJP കരുതുന്നുണ്ടോ? റെയിൽവേ ഇന്ന് സ്വീകരിച്ച സമീപനം ഏതെങ്കിലും അർത്ഥത്തിൽ ന്യായീകരിക്കാവുന്നതാണ്? ഷാനി, ഒന്നാമത്തെ കാര്യം, ഇപ്പൊ ഷാനി പറഞ്ഞ പത്രസമ്മേളനം ഞാൻ കണ്ടിട്ടില്ല. കാണാത്തത് കൊണ്ട് തന്നെ അതിന്റെ അകത്ത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഒന്ന്. രണ്ട്, അവര് കോമ്പൻസേഷൻ കൊടുക്കില്ല എന്ന് അവര് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷന്റെ പത്രസമ്മേളനം ഷാനി ഉൾപ്പെടെ കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോമ്പൻസേഷൻ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ടതുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിൽ നമുക്ക് ഒഴിഞ്ഞു മാറാനും സാധിക്കില്ല. ഈ പറയുന്ന പത്രസമ്മേളനം പൂർണ്ണമായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. താങ്കൾക്ക് വേണ്ടി 2-3 വാചകത്തിനകത്ത് ചുരുക്കി പറയാൻ പറ്റും യുവരാജ് ഗോകുൽ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അതാണ്. അതിൽ നിന്ന് എങ്ങനെ ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന് ഇത്ര മനുഷ്യത്വരഹിതമായി ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്നുള്ള ചോദ്യം അങ്ങനെ തന്നെ നിൽക്കും. സംസ്ഥാന സർക്കാരിനോട് ചോദിക്കേണ്ട എത്ര ചോദ്യങ്ങൾ ചോദിച്ചാലും റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലമാണ്. അവിടെ മറ്റാരും 150 മീറ്ററും കിലോമീറ്ററും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ സ്ത്രീ പറയുന്നത്. ഒരു സുരക്ഷാ നടപടിയുമില്ലാതെ ഇതുപോലെ മാലിന്യ കൂമ്പാരത്തിനുള്ളിലേക്ക് ഒരു കരാർ തൊഴിലാളിയെ ഇറക്കി വിട്ടത് ആരാണ്, എന്താണ്, ആ കരാറുകാരനെതിരെ എന്ത് നടപടി എടുത്തു, ഇതൊക്കെ റെയിൽവേ വിശദീകരിക്കേണ്ടതായിരുന്നു.
ഒരു ഉത്തരവാദിത്വമില്ല ശ്രീ യുവരാജ് ഗോകുൽ റെയിൽവേക്ക്. ഇതിനകത്ത് ഇപ്പൊ റെയിൽവേയുമായി ബന്ധപ്പെട്ട ആൾക്കാർ തന്നെ പറയുന്നുണ്ട്, റെയിൽവേ നഷ്ടപരിഹാരം പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ആൾക്കാർ തന്നെ പറയുന്നത്. അല്ലാണ്ട് അവരെ നിഷേധിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് പരിശോധിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്കത് നോക്കാം. എന്തായാലും അങ്ങനെ ഒഴിഞ്ഞു മാറി പോകാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം റെയിൽവേ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്ന ഒരു ശുചീകരണ തൊഴിലാളി അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റേതായിട്ടുള്ള ഒരു ഭാഗികമായ ഉത്തരവാദിത്വം എല്ലാവർക്കും ഉള്ളത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനി, ഈ തിരുവനന്തപുരം നഗരത്തിൽ ഞാനിപ്പോ ഇരിക്കുന്നത് നിങ്ങളുടെ മനോരമയുടെ തിരുവനന്തപുരം സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത്, തമ്പാനൂരാണ് ഇരിക്കുന്നത്. ഞാനിപ്പോ ഈ ചർച്ചയ്ക്ക് എത്താൻ വൈകുന്നത് പോലും വഴിയിലുള്ള വെള്ളക്കെട്ടുകൾ കാരണമാണ്. ഞാൻ ഈ ചർച്ചയ്ക്ക് ഇപ്പൊ എത്താൻ ശരിക്കും പറഞ്ഞാൽ വൈകിയത് പോലും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം തിരുവനന്തപുരം നഗരത്തിൽ മുഴുവനായിട്ട് നിൽക്കുന്നുണ്ട്. 12,000 മീറ്റർ ആണ് ഈ പറയുന്ന ആമയിഴഞ്ചാൻ തോടിന്റെ നീളം എന്ന് പറയുന്നത്. ഇതിനകത്ത് 120-180 മീറ്റർ ആണ് ഈ റെയിൽവേയുടെ അടിയിൽ കൂടെ പോകുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന മുഴുവൻ മാലിന്യത്തിന്റെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ 150 മീറ്റർ റെയിൽവേയുടെ ഭൂമിയുടെ അടിയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റെയിൽവേക്ക് എങ്ങനെയാണ് ഇതിന്റെ മുഴുവൻ പരിപൂർണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കാൻ കഴിയുക? ഒന്ന്. രണ്ടാമത് ഇതാണ് മെയിൻ പോയിന്റ്. 12,000 മീറ്റർ ആണ് ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ഈ നീളം പറയുന്നത്. പക്ഷെ വെറും 150 മീറ്റർ മാത്രമാണ് റെയിൽവേയുമായി ടച്ച് ചെയ്ത് പോകുന്നത്. പക്ഷെ ഏറ്റവും വലുത് ഏതാണ്? 12,000 മീറ്റർ അല്ല. ഈ 12,000 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 കിലോമീറ്ററിലെ വെറും 150 മീറ്റർ മാത്രമാണ് റെയിൽവേ ടച്ച് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 150 മീറ്റർ ആണ് വലിയ തെറ്റ്. നരേന്ദ്രമോദിജി എന്ത് ചെയ്യണം? അദ്ദേഹം രാജിവെച്ചുകൊണ്ട് ഈ ജോയിയുടെ കുടുംബത്തിനോട് മാപ്പ് പറയണം. ആ രീതിയിലേക്കാണ് ഈ ചർച്ച കൊണ്ടുപോകുന്നത്. ആൾക്കാരെ വിഡ്ഢികളാക്കാൻ ഇതിൽ പരം വേറെ മാർഗമില്ല എന്നുള്ളത് കൊണ്ടാണ് സകല മാധ്യമം കൈരളിയിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് മനോരമയിൽ നമ്മുടെ പ്രിജി ജോസഫ് എന്ന് പറയുന്ന ആ സ്ത്രീയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. എന്തായാലും ഈ യുവരാജ് ഗോകുലിന്റെ ബാക്കി കുറച്ച് ഭാഗം കൂടി കേട്ടിട്ട് ഓടി വരാം നമുക്ക്. ഷാനി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ ആരെയും വൃത്തിയാക്കാൻ റെയിൽവേ സമ്മതിക്കുന്നില്ല എന്നാണ്. കുറച്ചു നേരത്തെ അനിൽകുമാർ തന്നെ പറഞ്ഞല്ലോ, അവിടെ റെയിൽവേയുടെ ഭൂമിയിൽ പണ്ട് എന്താണ് അനിൽകുമാർ പറഞ്ഞു, അനിൽകുമാർ ഞാൻ ശ്രദ്ധിച്ചില്ല, ഭൂമിയിൽ കയറിയിട്ട് കോർപ്പറേഷൻ തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട്. 2015 വൃത്തിയാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ അനന്ത് നടക്കുന്ന സമയത്ത് എങ്ങനെ വൃത്തിയാക്കിയെന്നറിയാമോ? ഇന്നലെ അതിന് നേതൃത്വം കൊടുത്ത അന്നത്തെ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ഇന്നലെ ഇതേ ദിവസം ഇതേ സമയം ഈ പരിപാടിയിൽ അതിഥിയായി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതാണ്, റെയിൽവേ അന്നും ഇതുപോലെ ഉടക്കിട്ടു. ഞാൻ നേരിട്ട് റെയിൽവേ ബോർഡ് ചെയർമാനെ വിളിച്ചു, ഫോണെടുത്ത് റെയിൽവേ ബോർഡ് ചെയർമാനോട് പറഞ്ഞു, ഇത് ഇങ്ങനെയല്ലാതെ ഈ ഭാഗം വൃത്തിയാക്കാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഈ നിലപാട് അംഗീകരിക്കാനാകില്ല, നിങ്ങൾ അതിന് അനുമതി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉന്നത തലത്തിൽ ഇടപെട്ടിട്ടാണ് അന്ന് ഓപ്പറേഷൻ അനന്തയ്ക്ക് വേണ്ടി ഈ റെയിൽവേയുടെ 117 മീറ്റർ ആമയിഴഞ്ചാൻ തോടിന്റെ ഭാഗം വൃത്തിയാക്കാനുള്ള അനുമതി കിട്ടിയത്. ഇത്തവണയും ഇന്നലെ മന്ത്രി പലതവണ വ്യക്തമാക്കിയല്ലോ, ജനുവരി മുതൽ റെയിൽവേയോട് ആവശ്യപ്പെടുകയാണ്. ജനുവരി മുതൽ റെയിൽവേയോട് ആവശ്യപ്പെടുകയാണ് ശ്രീ യുവരാജ് ഗോകുൽ. ജനുവരി മുതൽ ഈ തോട് വൃത്തിയാക്കുന്നതിനും മഴക്കാല പൂർവ്വ യഥാർത്ഥത്തിൽ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി കത്ത് പോകുന്നത് 5-ാം മാസം മെയ് മാസത്തിലാണ്. പക്ഷെ നമ്മുടെ പ്രിജി ജോസഫ് എന്ന് പറയുന്ന എന്നാൽ ചാനി പ്രഭാകരേട്ടന്റെ അദ്ദേഹത്തെ അവർക്ക് ഇപ്പോഴും കിട്ടിയിട്ടുള്ള വിവരം ഏതാണ്? ജനുവരിയാണ്. ബാക്കി നോക്കാം. മെയിൽ കത്തിടപാട് നടത്തി, ജൂണിൽ നടത്തി, മറ്റേ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടു, പങ്കെടുത്തില്ല. ഏറ്റവും ഒടുവിൽ ശക്തമായ സമ്മർദ്ദം വന്നപ്പോൾ മാത്രമാണ് റെയിൽവേ ഞങ്ങൾ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞത്. ഞങ്ങൾക്കല്ല ഉത്തരവാദിത്തമെന്ന് റെയിൽവേ അപ്പോൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കരാറുകാരെയും കൊണ്ട് ഇറങ്ങിയതും ഈ ദുരന്തത്തിൽ ഇപ്പോൾ കലാശിച്ചതും. റെയിൽവേയുടെ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോ അവര് വളരെ വ്യക്തമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മാലിന്യം നീക്കം ചെയ്യേണ്ടുന്നതിന്റേതായ ഉത്തരവാദിത്തം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കാണ്, നഗരസഭയ്ക്കാണ്. പലതവണയും അവരാണ് ക്ലീൻ ചെയ്യാൻ വന്നിട്ടുള്ളത്. ഇതിന് മുമ്പ് പലപ്പോഴും ഈ പറയുന്ന 3 വർഷങ്ങളിലായിട്ട് അവർ വന്ന് ക്ലീൻ ചെയ്തതിന്റെ ചരിത്രമുണ്ട്. റെയിൽവേക്ക് അങ്ങനെ അത്രയും നിഷേധാത്മകമായ ഒരു നിലപാടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ സമയങ്ങളിലൊക്കെയും ഈ പറയുന്ന പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകണമായിരുന്നല്ലോ, ഒരിക്കലും അനുമതി കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കണമായിരുന്നല്ലോ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ തലത്തിലുള്ള ഒന്നാണ്, അത്രയും ബൃഹത്തായിട്ടുള്ള ഒരു സംവിധാനമാണ്, നമുക്കറിയാം. സ്വാഭാവികമായിട്ടും അതിന്റെ ഭൂമിയിലേക്ക് കയറിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ നോക്കുമ്പോൾ സുരക്ഷാ സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടാകും, പല വിഷയങ്ങളും ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഉന്നത തലത്തിൽ തന്നെ ബന്ധപ്പെടേണ്ടി വരും, ആ ബന്ധപ്പെട്ട് തന്നെ അനുമതി മേടിക്കേണ്ടി വരും. അല്ലാണ്ട് വഴിയെ പോകുന്ന ആൾക്കാർക്ക് കയറിയിട്ട് അതിന്റെ അകത്ത് കയറി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ അതിന് അനുമതി കൊടുക്കുകയില്ല. ഇതാണ് അതിന്റെ ഉത്തരം. നമ്മൾക്കറിയാം, കേരളത്തിൽ റെയിൽവേനെ അട്ടിമറിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇത്ര കണ്ട് ഭീകരാക്രമണം വരെ ലക്ഷ്യമിട്ടുകൊണ്ട് റെയിൽവേക്കെതിരെ ഇവിടെ നടന്നിട്ടുള്ള ആസൂത്രണപരമായിട്ടുള്ള എല്ലാ നീക്കങ്ങളും അറിയുന്നത് കൊണ്ട് തന്നെ റെയിൽവേയുടെ ഭൂമിയിലേക്ക് അങ്ങനെ ഓടിപ്പാഞ്ഞ് കയറിക്കൊണ്ട് ഏതൊരു സുഡാപ്പിക്കും ഏതൊരു മാക്രിക്കും എന്തും ചെയ്യാം എന്നുള്ള ധാരണ നടക്കില്ല. കാരണം കേന്ദ്രത്തിന് നോക്കേണ്ടത് ഈ കേരള
കേരളത്തിലെ റെയിൽവേ മാത്രമല്ല ഈ രാജ്യത്ത് ആകമാനമുള്ള പൂർണ്ണമായിട്ടുള്ള റെയിൽവേയുടെ ഉത്തരവാദിത്വം നോക്കുമ്പോൾ, അതിന്റെ സുരക്ഷ നോക്കുമ്പോൾ അതിന് കൃത്യമായിട്ടും നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിക്കാതെ വെറും ഈ 150 മീറ്ററിന്റെ പേരും പറഞ്ഞ് 12 കിലോമീറ്റർ നീളം വരുന്ന ഈ തോടിന്റെ മാലിന്യം നീക്കാതെ ഒരു മനുഷ്യന്റെ ജീവനും കളഞ്ഞിട്ട് ഇന്നിപ്പോൾ കേന്ദ്രത്തിന്റെ തലയിലേക്ക് ഇട്ടുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന SFI DYFI ക്രിമിനലുകൾ ഇന്ന് ഈ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷൻ അടപ്പിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. നട്ടെല്ലിന് ചെറിയ വല്ല ഉറപ്പുമുണ്ടെങ്കിൽ നീയൊക്കെ ഒന്ന് അടപ്പിച്ച് കാണിക്കടാ. നീയൊക്കെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു കുരുന്നിനെ ഈ പറയുന്ന വയനാട് വെച്ചുകൊണ്ട് തല്ലിയും കുത്തിയും ചവിട്ടിയും മുരിച്ച് വെള്ളം കൊടുക്കാതെ കൊന്നില്ലേ? ആ കൊന്ന ദുഷ്ടത്തരമൊന്നും ഈ നാട് മറന്നിട്ടില്ല. എന്നിട്ട് അത് മറയ്ക്കാൻ വേണ്ടി നീയൊക്കെ കാട്ടിക്കൂട്ടുന്ന സമര കോലാഹലമുണ്ടല്ലോ, അതൊക്കെ നിന്റെ ആണിക്കല്ല് ഇളക്കാൻ വേണ്ടിയുള്ളത് തന്നെയാണെന്ന് പറയേണ്ടതുണ്ട്. ഇത്തരത്തിൽ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഈ ഓഡിയോകളും ഈ സത്യങ്ങളും കൃത്യമായിട്ടും ആളുകളിലേക്ക് എത്തിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അവിടേക്കാണ് ഇത്തരത്തിലുള്ള ഓഡിയോകൾ നമ്മൾ വെക്കുന്നത്. ഈ ഷാനി പ്രഭാകരന്മാരുണ്ടല്ലോ, അച്ചാരം വാങ്ങിക്കൊണ്ട് നക്കിക്കൊണ്ട് തങ്ങളുടെ കുടുംബത്തെ പോറ്റിക്കൊണ്ട് പച്ച നുണകൾ പടച്ചിറക്കുമ്പോൾ ആ നുണകൾ പൊളിച്ചെടുക്കേണ്ടത് മാന്യ പ്രേക്ഷകർ കൂടിയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.